إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ പ്രാമുഖ്യം കൽപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളും കുറവുകളും തിന്മകളും അവന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ ഫദ്ല് കൊണ്ട് അവൻ നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വേണ്ടപ്പെട്ടവരുടെയും ബർസഖിയായ ജീവിതം അവൻ സ്വർഗീയമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്ന് ലോകം പരിസ്ഥിതി ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇവിടെ ജുമുഅക്ക് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് ആധുനിക ലോകത്ത്, ആധുനിക കാലഘട്ടത്തിൽ, ആധുനിക മനുഷ്യരിൽ ചിലർ രൂപം കൊടുത്ത ചില ചിന്തകളായി, ചില സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുക.
അങ്ങനെ തോന്നുന്നതിൽ കുറ്റമില്ല. കാരണം വിശ്വാസികളെന്ന നിലക്ക് നാം യാതൊരു വിധത്തിൽ പരിഗണിക്കാത്ത, ആർത്ഥത്തിൽ പ്രാധാന്യത കൽപ്പിക്കാത്ത ഒരു മേഖലയാണ് സത്യത്തിൽ പരിസ്ഥിതി എന്നുള്ളത്, അതല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം എന്നുള്ളത്. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി, ആദർശത്തിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്ന നിലക്ക് നാം അതിന് പ്രാധാന്യത കൊടുക്കാറില്ല എന്നതാണ് പൊതുവെ നാം കണ്ടുവരുന്ന ഒരു പ്രവണത എന്നുള്ളത്. നാം അങ്ങനെ അതിനൊരു പ്രാധാന്യത കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചുവടുവെപ്പായോ ഒരു നന്മയായോ ആണ് നമ്മൾ കാണുക. നമ്മുടെ ആദർശത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറില്ല. അതല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന പ്രവണതകൾ, ചെയ്തികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് ദീനിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറില്ല എന്നുള്ളതാണ്. പറഞ്ഞു വന്നത്, അതിനെ വളരെ നിസ്സാരമായിട്ടാണ് പലപ്പോഴും ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. അതിന് കൊടുക്കേണ്ട പരിഗണനയോ പ്രാധാന്യതയോ പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ നാം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ, പരിസ്ഥിതി എന്നുള്ളത്, പ്രകൃതി എന്നുള്ളതെല്ലാം വലിയ അർത്ഥത്തിൽ നാം പരിഗണിക്കേണ്ട, നമ്മുടെ ചർച്ചയിൽ എന്നും സജീവമായി നിലനിൽക്കേണ്ട ചില കാര്യങ്ങളാണ്, ചില യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത് ഈ ഭൂമിയിലേക്കുള്ള ഖലീഫയായിട്ടാണ്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. മാലാകമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ മനുഷ്യനെ അല്ലാഹു അവിടെ നിർവചിച്ചത്, അതല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് ഈ ഭൂമിയിലേക്കുള്ള ഒരു ഖലീഫയായിക്കൊണ്ടാണ്. അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതിനിധിയായിക്കൊണ്ടാണ് മനുഷ്യരെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ, അതിലുപരി ഖിലാഫത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് നശീകരണത്തിന്റെയോ ദുരുപയോഗത്തിന്റെയോ അധികാരത്തിന്റെയോ സ്വഭാവമല്ല, സംസ്കാരമല്ല. മറിച്ച് ഖിലാഫത്ത് എന്നുള്ളത് അത് പരിപാലനത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷണത്തിന്റെയും സംസ്കാരം വിളിച്ചോതുന്ന ഒരു പദമാണ് സത്യത്തിൽ ഖിലാഫത്ത് എന്നുള്ളത്. ആ അർത്ഥത്തിൽ നമ്മൾ ഖലീഫമാരാകുന്നത് ഈ ലോകത്തിന്റെ സംവിധാനങ്ങളെ, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രകൃതിയെ, പരിസ്ഥിതിയെ എല്ലാം സംരക്ഷിക്കുകയും വരും തലമുറകൾക്ക് വേണ്ടി നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഖലീഫ എന്ന അർത്ഥത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തം, ഈ ലോകത്തുള്ള നമ്മുടെ കർമ്മം അല്ലെങ്കിൽ കടമ പൂർത്തിയാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ. അള്ളാഹു മനുഷ്യരെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹു ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും അവിടെ സംവിധാനിക്കുകയും വസ്തഅമറകും ഫീഹാ, അതിനെ നട്ടുനനച്ച് വളർത്താനുള്ള ഇമാറത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ്, ഒരു സൂക്ഷിപ്പ് മുതലാണ് ഈ പ്രകൃതി എന്നുള്ളത്. ഇതിനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവൻ സംവിധാനിച്ച അതിന്റെ ആ പ്രകൃതത്തിൽ തന്നെ നിലനിർത്തുക, സംരക്ഷിച്ചു പോരുക എന്നുള്ളത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമായിട്ടാണ് വിശ്വാസി സമൂഹം കാണേണ്ടത്. പൂർവ്വസൂരികളായ വിശ്വാസി സമൂഹം, ഉമ്മത്ത് ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു അതിനെ കണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തിയത്, നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ആകാശഭൂമികളിലുള്ള സകലതും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ സംവിധാനിച്ചിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനർത്ഥം നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതല്ല. ഖലഖ ലക്കും, നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഇനി അന്ത്യനാൾ വരെ അധിവസിക്കാനുള്ള മുഴുവൻ മനുഷ്യർക്കു കൂടിയാണ് അള്ളാഹു ഇവിടെയുള്ള ഈ പ്രകൃതിയെ സംവിധാനിച്ചിരിക്കുന്നത്, ഇവിടെയുള്ള വിഭവങ്ങൾ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയായിരിക്കണം പ്രകൃതി വിഭവങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഇന്ന് പ്രകൃതി വിഭവങ്ങളെ കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഒരുതരം മുതലാളിത്ത മനോഭാവത്തോടു കൂടിയാണ്. അതിനെ പരമാവധി ഉപയോഗിക്കുക,
എനിക്ക് സാധ്യമാകുന്ന രൂപത്തിലെല്ലാം എന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ച് തീർക്കുക എന്ന രൂപത്തിലുള്ള ഒരു മുതലാളിത്ത സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രകൃതി വിഭവങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രകൃതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖലീഫയാകുമ്പോൾ സത്യത്തിൽ നമ്മൾ അതിനെ സമീപിക്കേണ്ടിയിരുന്നത് അതിനെ പരിപാലകരായിക്കൊണ്ടാണ്, അതിന്റെ കാവലാളായിക്കൊണ്ടാണ്. അതിനേതർത്ഥത്തിൽ എനിക്ക് പരിപാലിക്കാം, ഏതർത്ഥത്തിലാണ് എനിക്കതിനെ സംരക്ഷിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം സത്യത്തിൽ പ്രകൃതി വിഭവങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, അതല്ലെങ്കിൽ സമീപിക്കേണ്ടിയിരുന്നത്. കാരണം ഇതൊക്കെയും അള്ളാഹുവിന്റെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന സകല സൃഷ്ടികളും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനല്ല, അവന്റെ കഴിവുകളെ വിളിച്ചോതുന്ന, അവന്റെ പരിപൂർണത നമുക്ക് വ്യക്തമാക്കി തരുന്ന സൃഷ്ടിജാലങ്ങളാണ്, സൃഷ്ടികർത്തങ്ങളാണ്, ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളിലുള്ള സകല സൃഷ്ടിപ്പിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. പകലിലാകട്ടെ, രാവിലാകട്ടെ, സൂര്യനിലാകട്ടെ, ചന്ദ്രനിലാകട്ടെ, നക്ഷത്രങ്ങളിലാകട്ടെ, പർവ്വതങ്ങളിലാകട്ടെ, ഭൂമിയിലാകട്ടെ, സസ്യങ്ങളിലാകട്ടെ, പുൽമേടുകളിലാകട്ടെ, ജന്തുവർഗ്ഗങ്ങളിലാകട്ടെ, ഇഴജന്തുക്കളിലാകട്ടെ, നാം നമ്മുടെ കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ സകല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന അധ്യാപനം. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടിപ്പിന്റെ വളരെ നിസാരമെന്ന് നമ്മൾ കരുതുന്ന പല ഘടകങ്ങളിലേക്കും വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അമ്മൻ السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة. സൂറ നംലിൽ അല്ലാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, അതിനുശേഷം അവയിൽ വെള്ളം ചൊരിഞ്ഞവൻ, മഴ വർഷിപ്പിച്ചവൻ, അതിനെ തുടർന്ന് നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന അങ്ങേയറ്റം ആകർഷണീയമായ പൂന്തോപ്പുകൾ അവിടെ മുളപ്പിച്ചവൻ ആരാണ് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഈ പ്രകൃതിയുടെ രസങ്ങൾ, അതിന്റെ ഭംഗി, അതിന്റെ ആസ്വാദനം, അതൊക്കെയും നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും അങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കാനും അതിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തആമി. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കണം, വെറുതെ നോക്കിയാൽ പോരാ, ഉൾക്കാഴ്ചയോടുകൂടി അവന്റെ ഭക്ഷണത്തിലേക്ക് മനുഷ്യൻ നോക്കണം. ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തആമി. ഏത് അർത്ഥത്തിലുള്ള അവന്റെ കഴിവാണ് ആ ഭക്ഷണത്തെ അവന്റെ മുന്നിലേക്ക് കൊണ്ടെത്തി വെച്ചത്, അതല്ലെങ്കിൽ അവന്റെ ഏതർത്ഥത്തിലുള്ള ഇടപെടലാണ് സത്യത്തിൽ ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരർത്ഥത്തിലുള്ള കൈകടത്തിലും അതിലുണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അന്നാ സബബനൽ മാ സബ്ബ. എങ്ങനെയാണ് നാം ആ ഭക്ഷണത്തിന് വേണ്ടി ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചത്, എങ്ങനെയാണ് ആ വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയത്. സുമ്മ ശഖഖനൽ അർള ശഖ. പിന്നീട് എങ്ങനെയാണ് ആ ഭൂമി വിണ്ട് കീറിയത്, പിളർന്നത്. ഫഅംബത്നാ ഫീഹാ ഹബ്ബ. പിന്നീട് എങ്ങനെയാണ് അതിൽ ആ നാമ്പുകൾ, പുൽനാമ്പുകൾ മുളച്ചത്, സസ്യങ്ങൾ മുളച്ചത്. പിന്നീട് അത് ഹദായിഖ ഗുൽബ, ഇടതൂർന്ന പൂന്തോപ്പുകളായിട്ട് മാറുന്നു, പൂന്തോട്ടങ്ങളായിട്ട് മാറുന്നു. വഫാക്കിഹതൻ വഅബ്ബ. അത് ധാന്യങ്ങളും ഫലവർഗ്ഗങ്ങളും നമുക്ക് സമ്മാനിക്കുന്നു. മതാഅൻ ലക്കും വലിഅൻആമിക്കും. ഇതൊക്കെയും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള മതാഅാണ്, വിഭവമാണ് എന്ന് അല്ലാഹു ഉണർത്താണ്. ഈ രൂപത്തിൽ ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലുള്ള പ്രകൃതി പ്രതിഭാസത്തിലേക്കും അല്ലാഹു നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ ർജിഇൽ ബസറ കർറതൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅ. തുടരെ നിങ്ങളുടെ കണ്ണുകൾ ആകാശത്തേക്ക് വായിക്കുക. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ന്യൂനതകളോ കുറവുകളോ പോരായ്മകളോ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് ഖുർആൻ അല്ലാഹു നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഒരിക്കലും നമുക്ക് സാധ്യമല്ല, മറിച്ച് ആ ആകാശത്തിന്റെ സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും അതിന്റെ ഗാംഭീര്യവുമായിരിക്കും നമുക്ക് ബോധ്യപ്പെടുക. വലഖദ് സയ്യന്ന അസ്സമാഅ ദുനിയാ ബിമസാബിഹ്. തീർച്ചയായും ആ ആകാശത്തെ അല്ലാഹു ദുനിയാവിനോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന സമാഉ ദുനിയയെ അവൻ അലങ്കരിച്ചിരിക്കുന്നു. ബിമസാബിഹ, വിവിധങ്ങളായ വിളക്കുകൾ കൊണ്ട്
കൊണ്ട് അവൻ അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആകാശത്തിന്റെ അലങ്കാരം അത് രാത്രികാലത്ത് മാത്രമല്ല, പകലിലും നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആകാശത്തിന് ഓരോ സന്ദർഭത്തിലും, ഓരോ മണിക്കൂറിലും, പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതിന്റെ ഓരോ സമയങ്ങളിലും വ്യത്യസ്തമായ സൗന്ദര്യമാണ്, വ്യത്യസ്തമായ ഭംഗിയാണ്, വ്യത്യസ്തമായ അലങ്കാരമാണ് ആകാശത്തിൽ നമുക്ക് കാണാൻ കഴിയുക. വ്യത്യസ്തമായ വർണ്ണങ്ങൾ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇൻഷിഖാഖിൽ അല്ലാഹു സത്യം ചെയ്യുന്നുണ്ടല്ലോ, ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്, അസ്തമയ ശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. കാരണം അസ്തമയ ശോഭ എന്നുള്ളത് അത്രമാത്രം നമ്മുടെ മനസ്സിന് കുളിർമണിയിക്കുന്ന ഒരു കാഴ്ചയാണ്. ആളുകൾ ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സൺസെറ്റ് വ്യൂ എന്നുള്ളത്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്, ആ അസ്തമയ ശോഭ കൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. വല്ലൈലി വമാ വസഖ്, രാത്രിയെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. വൽ ഖമരി ഇദ തസഖ്, പൂർണ്ണ ചന്ദ്രനെ തൊട്ട് അല്ലാഹു സത്യം ചെയ്യുന്നതായി കാണാൻ കഴിയും. പുലരിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ബിറബ്ബിൽ ഫലഖ്, അല്ലാഹുവിനെ വിശേഷിപ്പിച്ചത് തന്നെ ഫലഖിന്റെ ഉടമസ്ഥൻ എന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലഖിലൂടെ അല്ലാഹുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അഥവാ പ്രഭാത കിരണങ്ങളുടെ ഉടമസ്ഥൻ എന്നാണ് അതിന്റെ അർത്ഥം. പ്രഭാത കിരണങ്ങൾ അത്രമാത്രം നമ്മുടെ കണ്ണിന് ആനന്ദകരമാണ്, കുളിർമയാണ്. ആ പ്രഭാതത്തിലെ കാഴ്ച, വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതത്തിലേക്ക് കടക്കുമ്പോഴുള്ള ആ സമയം, അതിനെ തൊട്ടുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഓരോ ഘട്ടങ്ങളിലേക്കും, പ്രകൃതി പ്രതിഭാസത്തിലേക്കും, അതിന്റെ വളരെ ന്യൂനമായ, അല്ലെങ്കിൽ അതിന്റെ വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന, അതിന്റെ നിസാരമായ കാര്യങ്ങളിലേക്ക് പോലും വിശുദ്ധ ഖുർആൻ, നിസാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധരായി കഴിയുന്ന അത്തരം ആയാത്തുകളിലേക്ക്, ദൃഷ്ടാന്തങ്ങളിലേക്ക് അല്ലാഹു നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ അല്ലാഹുവിന്റെ ആയാത്തുകളായി, അവന്റെ ദൃഷ്ടാന്തങ്ങളായി നമുക്ക് അനുഭവപ്പെടണം, അനുഭവവേദീയമാകണം. അങ്ങനെ അതൊരു ദൃഷ്ടാന്തമാണ്, ആയത്താണ് എന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അത് അനുഭവിച്ചതിന് ശേഷം അതിനെ ആദരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന് തുല്യമാണ്. അതിനെ തുടർന്ന് ആ ആയത്തുകൾ ഈ ഭൂമിയിൽ നിലനിർത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹുവിന് ആ ആയാത്തുകൾ അലങ്കോലമാകാതിരിക്കാൻ, അള്ളാഹു നിശ്ചയിച്ച ഈ സംവിധാനങ്ങൾ അത് തകരാതിരിക്കാൻ, ആ സംവിധാനങ്ങൾ ദുർബലമാകാതിരിക്കാൻ കൃത്യമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് മൂന്നാമതായി നമ്മുടെ ഉത്തരവാദിത്തം. അള്ളാഹു പറയുന്നല്ലോ, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, സൂറത്തുൽ അറാഫിലെ 56-ാമത്തെ വചനമാണത്. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഈ ഭൂമിയെ ഈ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചതിന് ശേഷം, അതിനെ ഏറ്റവും നന്നാക്കിയതിനു ശേഷം, ഏറ്റവും പരിപൂർണമാക്കിയതിനു ശേഷം, ലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അതിനെ ഫസാദിലാക്കരുത്, നിങ്ങൾ അതിനെ നശിപ്പിക്കരുത്, നിങ്ങൾ അതിനെ അലങ്കോലമാക്കരുത് എന്ന് അള്ളാഹു നമ്മെ ഉണർത്താണ്. നമുക്കറിയാം, ഇന്നിപ്പോ ചെറിയൊരു മഴക്കാലമായി, വർഷകാലം തുടങ്ങി. അപ്പോഴേക്കും കേരളീയക്കാരായ നമ്മുടെ മനസ്സുകളിൽ പണ്ടില്ലാത്ത ചില ആദിയാണ്, ഭയമാണ്. എവിടെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാകുമോ, ഉരുൾപൊട്ടലുണ്ടാകുമോ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലെ പ്രകൃതി ദുരന്തമുണ്ടാകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അർത്ഥത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഭയക്കുന്നു, പേടിക്കുന്നു എന്ന് ചോദിച്ചാൽ അത്രമാത്രം നമ്മുടെ കരങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഫസാദ്, നാശം ഇതാ വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ ഉണർത്തിയല്ലോ സൂറത്ത് റൂമിലൂടെ. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا. അതെന്തിനാണ് അല്ലാഹു അങ്ങനെ ഒരു സംവിധാനം ഇവിടെ സംവിധാനിച്ചത് എന്ന് ചോദിച്ചാൽ, ലിയുസീഖഹും ബഅദ الذي عملوا, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ചിലതെങ്കിലും അവർ ഇവിടെ രുചിക്കാനാണ്. അതിന്റെ ഭവിഷ്യത്ത് പൂർണ്ണമായിട്ട് അല്ലാഹു ഒരിക്കലും രുചിപ്പിക്കുന്നില്ല. അതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു രുചിയെങ്കിലും നിങ്ങൾ ഇവിടെ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഈ ലോകത്ത് മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു സന്തുലിതാവസ്ഥയിലാണ് ഈ ഭൂമിയിലുള്ള സകലതിനെയും ക്രമീകരിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത്. അല്ലദീ ഖലഖ ഫസവ്വ, അവൻ സൃഷ്ടിക്കുക മാത്രമല്ല, ഫസവ്വ, വളരെ കൃത്യമായി അതിനെ സംവിധാനിച്ചു. വല്ലദീ ഖദ്ദറ ഫഹദ, വളരെ കൃത്യമായി ഓരോ സൃഷ്ടിപ്പിനും ഒരു വ്യവസ്ഥ അവൻ നിശ്ചയിച്ചു വെക്കുകയും ചെയ്തു. വളരെ കൃത്യമായി അതിനെ കൃത്യപ്പെടുത്തി. ഫഹദ, അതിന് മാർഗനിർദ്ദേശം അല്ലാഹു നൽകുകയും ചെയ്തു. വൽ അർള വളഅഹാ ലിൽ അനാം
വസ്സമാഅ റഫഅഹ വവദഅ അൽ മീസാൻ, ഒരു മീസാൻ, ഒരു തുലാസ്, ഒരു ബാലൻസ് ഈ പ്രകൃതിയിൽ അവൻ നിശ്ചയിച്ചിട്ടുണ്ട്, അവൻ വെച്ചിട്ടുണ്ട്. അല്ല തതഗൗ ഫിൽ മീസാൻ, നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ളത് ആ മീസാനിനെ, അള്ളാഹു നിശ്ചയിച്ച ആ താളത്തെ, ആ ക്രമത്തെ, ആ സന്തുലിതാവസ്ഥയെ അതിനെ തകർക്കാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യരെന്ന നിലക്ക്, അതിലുപരി ഖലീഫമാരെന്ന നിലക്ക് നമ്മുടെ ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാലും പലപ്പോഴും അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കിയാൽ നമ്മുടെ കരങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അത് ആഗോളതാപനമാകട്ടെ, കാലാവസ്ഥാ വ്യതിയാനമാകട്ടെ, ജലക്ഷാമമാകട്ടെ, പരിസ്ഥിതി മലിനീകരണമാകട്ടെ, ജൈവ വൈവിധ്യ നഷ്ടമാകട്ടെ, വംശനാശ ഭീഷണികളാകട്ടെ, ഇങ്ങനെ ഏതെടുത്തു നോക്കിയാലും അതൊക്കെയും പിന്നിൽ പ്രവർത്തിച്ചതാരെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ആർത്തിയാണ്, അതല്ലെങ്കിൽ മനുഷ്യരുടെ നശീകരണ പ്രവൃത്തികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ മനുഷ്യരുടെ മുതലാളിത്ത മനോഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലൂടെ പറഞ്ഞത്, ബഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അതൊക്കെയും മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. ഇത് പരിസ്ഥിതി വിഷയങ്ങളിൽ മാത്രമുള്ള ഒരു നിയമമല്ല. അള്ളാഹു സൃഷ്ടിച്ച ഏത് സൃഷ്ടിപ്പിലും, ഏത് സംവിധാനങ്ങളിലും, ഏത് പ്രകൃതി പ്രതിഭാസത്തിലും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള ഒരു പ്രകൃതിയുണ്ട്, ഒരു പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തെ മാറ്റാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആ പ്രകൃതത്തെ തകർക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വലിയ അപകടങ്ങളാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരിക. അത് നേരത്തെ പറഞ്ഞതുപോലെ അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടു അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. സൂറത്തു നിസായിൽ പിശാചിന്റെ വലിയൊരു ആഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. അത് പിശാച് തന്നെ പറയുന്നതായിട്ടാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. സൂറത്തു നിസായിലെ 119 ആയത്തിൽ പിശാച് പറയാണ്, വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫല യുബത്തിക്കുന്ന ആദാനൽ അൻആമി വല ആമുറന്നഹും ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വല ഉദില്ലന്നഹും, ഞാൻ ഈ മനുഷ്യരെ നിശ്ചയം തീർച്ചയായും ഞാൻ അവരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും. വല ഉമന്നിയന്നഹും, അവർക്ക് പല വ്യാമോഹങ്ങളും ഞാൻ ഇട്ടുകൊടുക്കും. അങ്ങനെ അവസാനം എന്റെ ചൊൽപ്പടിയിലേക്ക് അവർ അകപ്പെട്ടു കഴിഞ്ഞാൽ വല ആമുറന്നഹും ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, ഞാൻ കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രകൃതത്തിൽ, അള്ളാഹു നിശ്ചയിച്ച സൃഷ്ടിപ്പിൽ, ആ സൃഷ്ടിപ്പിലെ പ്രകൃതത്തിൽ മാറ്റം വരുത്താൻ അവൻ തയ്യാറാകും. ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദി ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാന മുബീന. തുടർന്ന് അള്ളാഹു പറയാണ്, ആരെങ്കിലും ആ രൂപത്തിൽ പിശാചിനെ വലിയായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക, അവരൊരിക്കലും ഈ ലോകത്ത് വിജയിക്കാൻ പോകുന്നില്ല, അവർ നശിക്കാൻ പോവാണ്, അവർ നഷ്ടവാളികളാകാൻ പോവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി റജുല യൽബിസു ലിബ്സത്തൽ മർഅ, സ്ത്രീയുടെ വേഷമണിയുന്ന പുരുഷനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വൽ മർഅത തൽബിസു ലിബ്സത്തർ റജുൽ, പുരുഷ വേഷമണിയുന്ന സ്ത്രീയെയും അല്ലാഹുവിന്റെ റസൂൽ ഇതാ ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ശപിച്ചിരിക്കുന്നത്? മറ്റൊരു ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാ ബിർ റിജാൽ, പുരുഷരെ അനുകരിക്കുന്ന, അവരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളെ അനുകരിക്കുന്ന, അവരോട് സാദൃശ്യത പുലർത്തുന്ന, പ്രകൃതത്തിൽ സാദൃശ്യത പുലർത്താൻ ശ്രമിക്കുന്ന പുരുഷന്മാരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു ശ്രമമാണ്. അതിന്റെ ഭവിഷ്യത്ത് തീർച്ചയായും സാമൂഹികമായി നാം ഒക്കെയും അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത്. അന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്, ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും വേഷം, അവരുടെ വസ്ത്രവിധാനം, അവരുടെ സാമൂഹിക അന്തരീക്ഷം, അവരുടെ ഭക്ഷണം, ഇതൊക്കെയും അവരുടെ ഹോർമോണുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ത്രീ എന്നും പുരുഷന്മാരുടെ രൂപത്തിൽ ഇടപെടുകയും പുരുഷന്മാരിടപെടേണ്ട ഇടങ്ങളിലൊക്കെയും ഇടപെട്ടുകൊണ്ടേയിരിക്കുകയും അവരുടെ വസ്ത്രം അണിയുകയും അവരുടെ പ്രകൃതത്തെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ സ്ത്രീത്വത്തിന്റെ ആ തനിമ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഹോർമോണുകളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. ഇതേ രൂപത്തിൽ തന്നെയാണ് പുരുഷന്മാരിലും സംഭവിക്കുക. അത് തന്നെയായിരിക്കണം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വവർഗരതി പോലുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ കെണിയിൽ മനുഷ്യർ അകപ്പെട്ടു പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ രൂപത്തിലുള്ള മാറ്റങ്ങളാണ്. അപ്പൊ അതിലേക്ക് നയിച്ചത് എന്താണ്? ഈ രൂപത്തിൽ അള്ളാഹു നിശ്ചയിച്ച ആ പ്രകൃതത്തിൽ കൈകടത്താൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ആ പ്രകൃതത്തെ, അതിന്റെ ആ സ്വഭാവത്തെ, അതിൽ മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് അതിരുവിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യവും അതിരുകവിഞ്ഞു പോകുമ്പോൾ അത് വലിയ ഭവിഷ്യത്താണ്. അത് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ ഹറാമാണ്, അത് വലിയ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്.
കാര്യമാണ്. ഭക്ഷണം കഴിക്കുക, അനുവദിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ആവശ്യത്തിലധികം നമ്മളത് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു ദോഷമാണ്. നമുക്ക് ആവശ്യത്തിന് വസ്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടാം, വാങ്ങി വെക്കാം, സ്റ്റോക്ക് ചെയ്യാം. പക്ഷെ ആവശ്യത്തിലധികം നമ്മൾ വസ്തുക്കൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുമ്പോൾ, അതിങ്ങനെ സംഭരിച്ചു വെക്കുമ്പോൾ സമൂഹത്തോട് നമ്മൾ വലിയൊരു ദുൽമ ചെയ്യാണ് എന്നുള്ളതാണ്. ഇന്ന് പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷാമത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പറയപ്പെടുന്നത് പല ആളുകളും നിരവധി നൂറുകണക്കിന് സിലിണ്ടറുകൾ അല്ലെങ്കിൽ ആ വാതകങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പല പ്രമുഖമായ റെസ്റ്റോറന്റുകൾ, ആ അർത്ഥത്തിലുള്ള ഹോട്ടലുകൾ, അവർ സ്വയം കരിഞ്ചന്തയിൽ നിന്ന് നൂറുകണക്കിന് സിലിണ്ടറുകളാണ്, ബാംഗ്ലൂരിലൊക്കെയുള്ള ചില പഠനങ്ങൾ പ്രകാരം ഒരൊറ്റ ഹോട്ടൽ തന്നെ നൂറുകണക്കിന് സിലിണ്ടറുകൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ രൂപത്തിൽ മനുഷ്യർ ആവശ്യത്തിനധികം സംഭരിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് സമൂഹത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഈ അതിരിനപ്പുറത്തേക്ക് കടക്കലാണ്. അത് ഇസ്രാഫാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ നിരവധി ഇടങ്ങളിൽ അതേക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി എന്നുള്ളത് അള്ളാഹു നമുക്ക് ഉപയോഗിക്കാൻ നൽകിയ വലിയ ഒരു നിഅമത്താണ്. അത് ഒരിക്കലും ദുരുപയോഗം ചെയ്യാനുള്ളതല്ല. ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. തീർച്ചയായും നാം ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിശ്ചിത കണക്കിലാണ് എന്നുള്ളതാണ്. അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ, ആവശ്യത്തിലധികം ഉപയോഗിക്കാൻ, അനാവശ്യമായി ഉപയോഗിക്കാനുള്ള വസ്തുക്കളല്ല അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മറിച്ച് ആ ഓരോ വിഭവങ്ങളും ഖലഖ്നാഹു ബിഖദർ, കൃത്യമായ അളവിലാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു ഉണർത്തുന്നു, വഇമ്മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. അല്ലാഹുവിന്റെ ഖസായിനിൽപ്പെട്ടതല്ലാത്ത, അല്ലാഹുവിന്റെ ഖജനാവിലില്ലാത്തതൊന്നും ഈ ഭൂലോകത്തില്ല. അതാകട്ടെ വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം, ഈ ഭൂമിയിലേക്ക് വളരെ കൃത്യമായ നിർണിതമായ ഒരു അളവിൽ മാത്രമേ ഈ ഭൂമിയിലേക്ക് അല്ലാഹു അതിനെയൊക്കെയും നിക്ഷേപിക്കുകയുള്ളൂ, ഇറക്കുകയുള്ളൂ എന്ന് അല്ലാഹു ഉണർത്താണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറ. സൂറത്തുൽ തലാഖിൽ അല്ലാഹു ഉണർത്തി എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു ഒരു അളവും പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പറഞ്ഞു വന്നത്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഈ പരിധിയെ അത് നമ്മൾ ലംഘിക്കാതിരിക്കുക. അത് ലംഘിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും സാമൂഹികമായി അത് വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഏൽക്കാൻ അത് കാരണമായിട്ട് മാറും. ഇന്ന് വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട്, ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവത്തിലുള്ള ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സത്യത്തിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകളെങ്കിലും ഇത്തരം ഒരു ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ പരസ്പരം പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യബൂലന്ന അഹദുക്കും ഫിൽ മാഇ ദാഇമിൽ ലദി ലാ യജ്രി. നിങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് അത് നമുക്ക് നൽകുന്ന പാഠം? മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇത്തഖുൽ ലായിനൈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ട് ശാപങ്ങളെ നിങ്ങൾ ഭയക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ രണ്ട് ശാപങ്ങൾ എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ജനങ്ങൾ നടക്കുന്ന വഴികളിലും അതുപോലെ തന്നെ അവർ വിശ്രമിക്കുന്ന വിശ്രമ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് തണലുകളിൽ മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളതാണ് രണ്ട് ശാപം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യം. ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാരാണ് ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞു പോകുന്ന ആ ശാപം അതൊരു മനുഷ്യനെ നശിപ്പിച്ചു കളയും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത്. ഈ രൂപത്തിൽ ഏത് ഉപദ്രവകരമായ ഏത് കാര്യവും ആ അർത്ഥത്തിൽ നമുക്ക് ശാപം കൊണ്ടുവരും എന്നുള്ളതാണ്. ലാ ദററ വലാ ദിറാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണത്. ഒരർത്ഥത്തിലും ഒരാളെയും നമ്മൾ ഉപദ്രവിക്കരുത്. നാം ഒരാൾക്കും ഉപദ്രവത്തിന് കാരണമായിട്ട് മാറരുത് എന്നുള്ളതാണ് ലാ ദറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വാഹനമാകട്ടെ, നമ്മുടെ വാഹനത്തിന്റെ ഉപയോഗമാകട്ടെ, നമ്മുടെ ഡ്രൈവിംഗ് ആകട്ടെ, നമ്മുടെ മൊബൈൽ ഉപയോഗമാകട്ടെ, നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ വീടിന്റെ കെട്ടിട നിർമ്മാണമാകട്ടെ, നമ്മുടെ എന്തുമാകട്ടെ, അതൊന്നും ലാ ദററ, ഒരാൾക്കും ഉപദ്രവകരമായ രൂപത്തിലാകരുത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് നിയമങ്ങളാണ് ഇസ്ലാമിക നിയമ കോടതികൾ രൂപീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരാൾക്കും സാമ്പത്തികമായി ഒരാളും പ്രയാസം അനുഭവിക്കരുത്,
അനുഭവിക്കരുത്, ഒരാളും ആരോഗ്യകരമായ പ്രയാസം അനുഭവിക്കരുത്. അദ്ദററു യുസാൽ എന്നൊരു പൊതു തത്വം ഇസ്ലാമിൽ കാണാൻ കഴിയും. ഏതർത്ഥത്തിൽ ഉപദ്രവമാണെങ്കിലും അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സംവിധാനം മനുഷ്യരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടണം. ഏതെങ്കിലും അർത്ഥത്തിലൊരു കാര്യം മനുഷ്യരുടെ സമ്പത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യുസാൽ അത് നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചെയ്തി മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നുണ്ടെങ്കിൽ യുസാൽ അത് നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾക്കും ഉപദ്രവം ചെയ്യപ്പെടുന്ന എന്തുണ്ടെങ്കിലും അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇന്ന് മനുഷ്യകുലത്തെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന ചെയ്തികൾ വിശ്വാസി സമൂഹത്തിനിടയിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയായിരിക്കണം അത്തരം കാര്യങ്ങളെ നമ്മൾ കാണേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നത്തെ മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളോട് കാണിക്കുന്ന, മൃഗങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പോലും വളരെ ഗൗരവത്തിലാണ് നമ്മൾ ഉണർത്തിയത്. നഹ അൻ യുബാല ഫിൽ ജുഹർ, മാളങ്ങൾ മലിനമാക്കുന്നതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ആ മാളങ്ങളിൽ പല മൃഗങ്ങളും പല ജന്തുക്കളും ജീവിക്കുന്നുണ്ടാകും. ആ രൂപത്തിൽ നിരവധി ഹദീസുകൾ കാണാൻ കഴിയും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അഫലാ തത്തഖില്ലാഹ ഫി ഹാദിഹിൽ ബഹീമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു ഒട്ടകം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ, ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടാണ്. അദ്ദേഹം ആ ഒട്ടകത്തിന്റെ അടുക്കിലേക്ക് പോവുകയും അതിനെ തലോടുകയും അതിനെ കേൾക്കുകയും ചെയ്തു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ ആ ഒട്ടകത്തെ കേട്ടു. ആ ഒട്ടകം അല്ലാഹുവിന്റെ റസൂലിനോട് അതിന്റെ വേദന, അതിന്റെ പരാതികൾ റസൂലിനോട് പങ്കുവെച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉടമയോട് ചോദിച്ചു, അഫലാ തത്തഖില്ലാഹ ഫി ഹാദിഹിൽ ബഹീമത്തില്ലതി മലകകല്ലാഹു ഇയ്യാഹ, അല്ലാഹു നിനക്ക് ഉടമപ്പെടുത്തി തന്ന ഈ മിണ്ടാ പ്രാണിയുടെ വിഷയത്തിൽ നീ എന്തേ അല്ലാഹുവിനെ സൂക്ഷിക്കാത്തത്? ഫഇന്നഹു ശക്കാ ഇലയ്യ അന്നക തുജീഉഹു വതുദയ്യിനുഹു, അത് എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു, നീ അതിനെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിന് ആവശ്യമായ ഭക്ഷണവും നൽകുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹുവിന്റെ റസൂലും റസൂലിന്റെ ഒട്ടകവും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലേക്ക് വളരെ പ്രസിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങേയറ്റം ആ ഒട്ടകത്തെ സ്നേഹിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ഇപ്പൊ ദീന് നമുക്ക് പ്രകൃതിയോടും പ്രകൃതിയിലുള്ള ജന്തുക്കളോടും പ്രകൃതിയിലുള്ള വിഭവങ്ങളോടും ദീന് നമുക്ക് നൽകുന്ന ഒരു സങ്കല്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സഹജീവികളായി നമുക്ക് കാണാൻ കഴിയണം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമർ വൻ നുജൂം വൽ ജിൽബാൽ, നക്ഷത്രങ്ങളാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, വദ്ദവാബ്, ജന്തുജാലങ്ങളാകട്ടെ, വകസീറു മിനന്നാസ്, അവയെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. വകസീറു മിനന്നാസ്, മനുഷ്യരിലും കുറെ ആളുകളൊക്കെ അങ്ങനെ അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിലൂടെ ഉണർത്തുന്നുണ്ട്. ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. സത്യത്തിൽ ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ നമ്മൾ കാണേണ്ടത് നമ്മെ പോലെ അള്ളാഹുവിന് അടിമപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്ന വസ്തുക്കളായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ചന്ദ്രനെ കാണുമ്പോൾ പറയുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ റബ്ബി വറബ്ബുക്കല്ലാ എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹുവാണ് എന്ന് ചന്ദ്രനോട് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇത് ചന്ദ്രൻ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ കണ്ടിരുന്നത് അങ്ങനെയാണ്, ആർത്തി അതിനെ ആദരിച്ചിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ ഉഹദ് മല ഞങ്ങളെ സ്നേഹിക്കുന്നു, ഉഹദ് മലയെ ഞങ്ങളും സ്നേഹിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു ആ പർവ്വതത്തെ പോലും അള്ളാഹുവിന്റെ റസൂൽ കണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ആ അർത്ഥത്തിലൊരു ആദരവും സ്നേഹവും നമുക്കുണ്ടാകണം. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഖലീഫമാരെന്ന അർത്ഥത്തിൽ ആ അർത്ഥത്തിലൊരു പരിപാലന മനോഭാവത്തോടു കൂടി അവയെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന പാഠം. മൻ ഫജഅ ഹാദിഹി ബിവലദിഹാ റുദ്ദു വലദഹാ ഇലൈഹാ, വളരെ പ്രസിദ്ധമായ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു അനുചരൻ, ഒരു അൻസാരിയായ സഹാബി കുറച്ച് കിളികളുമായിട്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ അതിന്റെ ആ കിളികളുടെ തള്ളപ്പക്ഷി വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ ചോദിച്ചു, ആരാണ് ഈ ഉമ്മയെ വേദനിപ്പിച്ചത്? ആരാണ് ഈ കിളിക്കുഞ്ഞിന്റെ ഉമ്മയെ വേദനിപ്പിച്ചത്? ആ വേദനിപ്പിച്ചവൻ ഉടനെ തന്നെ ആ കുഞ്ഞിനെ ആ തള്ളക്ക് മടക്കി നൽകുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട്, പ്രകൃതി വിഭവങ്ങളോട് ഈ രൂപത്തിലുള്ള കാരുണ്യത്തോടുകൂടി ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. വലിയ ഉത്തരവാദിത്തമാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും നാം ഉപയോഗിക്കുന്ന ഈ വിഭവങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ നാം ഉത്തരം പറയേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വരും തലമുറക്ക് നാം നൽകേണ്ടത് വെറും സമ്പത്തും
സമ്പത്തും വിദ്യാഭ്യാസവും ജോലിയും മാത്രമല്ല, അവർക്ക് വേണ്ടി ശുദ്ധവായുവും ശുദ്ധജലവും ആർത്ഥത്തിലുള്ള പ്രകൃതിയും അവർക്ക് വേണ്ടി നാം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നാം പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു മരം വെട്ടാൻ 2 മിനിറ്റോ 3 മിനിറ്റോ ഇന്ന് മതിയാകും. പക്ഷേ അത് തിരികെ കൊണ്ടുവരാൻ വർഷങ്ങളെടുക്കും എന്ന് നമുക്കറിയാം. ഒരു തോട് നശിപ്പിച്ച് കളയാൻ, നികത്താൻ 5 മിനിറ്റോ 10 മിനിറ്റോ മതി ഇന്നത്തെ സംവിധാനങ്ങൾക്ക്. എന്നാൽ അത് തിരികെ കൊണ്ടുവരാൻ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ആലോചിച്ച് മാത്രം പ്രകൃതിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ, ചെയ്തികളിൽ നമ്മൾ ഏർപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്യാനും അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഖിലാഫത്തിനെ ഏറ്റവും ഭംഗിയായി നിറവേറ്റാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.